ഇനി നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലെ ഒരു റോഡിന്റെ വിശേഷത്തിലേക്കാണ്. മേലെ വെട്ടിപ്പുറം കൊന്നമൂട് റോഡിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും അവിടുത്തെ ജനപ്രതിനിധികൾ തയ്യാറാകുന്നില്ല. 2 പതിറ്റാണ്ടോളമായി ടാറോ കോൺക്രീറ്റോ ചെയ്യാതെ കിടക്കുകയാണ് ഏകദേശം 1/2 കിലോമീറ്റർ ദൂരമുള്ള റോഡ്. 50-ലധികം കുടുംബങ്ങൾ ഈ വഴി ആശ്രയിക്കുന്നുണ്ട്. ഉടൻ റോഡ് സഞ്ചാരയോഗ്യമാക്കി നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, വാഹനം വരുമോ എന്ന് ചോദിച്ചാൽ അതുമുണ്ട്. പക്ഷേ ഇരട്ടി കൂലി കൊടുത്തു വേണം വണ്ടി കൊണ്ടുവരാൻ. പാതി വഴി വരെ ടാർ ചെയ്തിട്ടുണ്ട്, പിന്നീട് കുറച്ച് ഭാഗം കോൺക്രീറ്റും, അതിനുശേഷമുള്ള 1/2 കിലോമീറ്റർ റോഡിലേക്ക് ടാറുമില്ല, കോൺക്രീറ്റുമില്ല. വലിയ ബുദ്ധിമുട്ടിലാണ് മേലെ വെട്ടിപ്പുറം കൊന്നമൂട് നിവാസികൾ. കാലം കുറേയായി ഇക്കാര്യം ബന്ധപ്പെട്ട പ്രതിനിധികളെ അറിയിച്ചിട്ട്, എന്നാൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. എല്ലാം താഴേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഇതുപോലെ പൊട്ടി ഇടിഞ്ഞു കിടക്കുക. ഒരു കോട്ട പോലും വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 20 വർഷമായിട്ട് ഈ റോഡ് ഇങ്ങനെ കിടക്കുക, തിരിഞ്ഞു നോക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു മുനിസിപ്പാലിറ്റിയിലെ ഒരു ഇങ്ങനത്തെ റോഡ് ഇത് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ബാക്കി എല്ലായിടും ഏകദേശം കോൺക്രീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ റോഡിൻ്റെ സംബന്ധിച്ച് ഒരു 5 വർഷമായിട്ട് ഞങ്ങൾ രണ്ടുമൂന്ന് പേര് ഇതിൻ്റെ പുറകെ ഇറങ്ങി നടന്നുകൊണ്ട് ഇത് തിരിഞ്ഞു നോക്കുന്നില്ല. ഇതിൻ്റെ രാഷ്ട്രീയ ആൾക്കാരായാലും അധികാരികളായാലും തിരിഞ്ഞു നോക്കുന്നില്ല. അവരെല്ലാം ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട്, ഫണ്ടില്ല എന്നുള്ള കാരണം പറഞ്ഞിട്ടും അങ്ങനെ പറഞ്ഞിട്ട് ഇത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ ആണെങ്കിലും പിന്നെ റോഡ് അങ്ങ് കവിഞ്ഞ് വെള്ളം പോവാം അങ്ങ് തോട്ടീനങ്ങ്. അന്നേരം നമുക്ക് കുഞ്ഞുങ്ങളെ വിളിക്കാൻ പോകാനോ അതോ അവരെ കൊണ്ടുവരാനോ ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് അന്നേരം. അതുകൊണ്ട് ഗ്യാസ് വണ്ടിയാണെങ്കിലും നമ്മൾ ദൂരെ പോയി വേണം നമ്മൾ എടുത്തുകൊണ്ട് വരാനെ കൊണ്ട്. വണ്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ റോഡ് മോശമായത് കാരണം വരത്തില്ല. ആശുപത്രി ആവശ്യങ്ങൾക്കോ കുട്ടികളെ സ്കൂളിലേക്ക് വിടാനോ നാട്ടുകാർ വാഹനങ്ങളെ ആശ്രയിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. വഴിയോട് ചേർന്നുള്ള റോഡിന്റെ പലയിടങ്ങളും ഇടിഞ്ഞു താഴ്ന്നു. മഴക്കാലമായാൽ വീണ്ടും റോഡ് ഇടിയും. സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് റോഡ് സുരക്ഷിതമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. മഴ കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായ ചെളിയാണ്. പിന്നെ സ്കൂട്ടർ 2 വീലറിൽ പോകുന്ന 2 വീലറും ആൾക്കാർ തെന്നി താഴെ വീഴുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മഴയായി കഴിഞ്ഞാൽ പോലും ഈ തോട്ടിൻ്റെ അകത്ത് വെള്ളം കയറിയാൽ മറിഞ്ഞ് ചിലപ്പോൾ ഇപ്പുറത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. തോടിൻ്റെ 2 കരകളും കെട്ടിയാൽ മാത്രമേ നമുക്ക് ഈ റോഡ് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ പ്രയോജനമുള്ളൂ. അടിയന്തരമായിട്ട് ഇത് എത്രയും പെട്ടെന്ന് ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഈ റോഡ് വൃത്തിയായിട്ട് ഞങ്ങൾക്ക് 2 സൈഡും കെട്ടി വൃത്തിയായിട്ട് നല്ല രീതിയിൽ വാഹനം പോകുന്ന രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് വൃത്തിയാക്കി തരണം നമ്മുടെ ആവശ്യം. വിവിധ വകുപ്പ് മേധാവികൾക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകി. നവകേരള സദസ്സിൽ നേരിട്ട് റോഡിനു വേണ്ടി ആവശ്യമറിയിച്ചിട്ടും ഇടപെടലുണ്ടായില്ല. വോട്ട് തേടി വരുന്ന ജനപ്രതിനിധികൾ ജയിച്ചു കഴിഞ്ഞാൽ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. നവകേരള സദസ്സിൽ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് അദാലത്തിൽ പോയി കൊടുത്ത പരാതിയാണ്. പിന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, മുനിസിപ്പാലിറ്റി, മുഖ്യമന്ത്രിയുടെ പോർട്ടിൽ തന്നെ 3 പ്രാവശ്യമോളം നമ്മൾ പരാതി കൊടുത്താണ്. ഫണ്ടില്ലെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഓരോ വർഷവും ഓരോ ജയിക്കുന്ന കൗൺസിലർമാർ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും 5 വർഷമുണ്ട്. അപ്പോൾ 5 വർഷം കൊണ്ട് കുറേശ്ശെ ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിയൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ജയിച്ച് കയറി കഴിഞ്ഞു. സഞ്ചാരയോഗ്യമായ ഒരു റോഡ് എത്രയും വേഗം യാഥാർത്ഥ്യമാക്കി നൽകണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഇതിനോട് കണ്ണടച്ചു നിൽക്കാതെ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് അടുത്ത മഴക്കാലത്തിന് മുമ്പെങ്കിലും റോഡ് സഞ്ചാരയോഗ്യമാക്കണം. പാതി കോൺക്രീറ്റും ബാക്കി ഒന്നും ചെയ്യാതെ ഏകദേശം 1/2 കിലോമീറ്റർ റോഡാണ് ഇങ്ങനെ കിടക്കുന്നത്. വാഹനങ്ങൾ പോലും ഇവിടേക്ക് വരാൻ മടിക്കുകയും ചെയ്യുന്നുണ്ട്. സഞ്ജയ് ഇക്ബാലിനൊപ്പം പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ, 24. പൊതുജനം കഴുതയല്ല സാർ. 19 വീട്ടുകാരുടെ ദുരിതമാണ് പ്രേക്ഷകർ കണ്ടത്. ഇത് കാണേണ്ടത് ജനപ്രതിനിധികളാണ്. ആകെ 1/2 കിലോമീറ്റർ ദൂരമെന്ന് പറഞ്ഞാൽ അത്ര വലിയ ഡിസ്റ്റൻസ് അല്ല. അത് സ്വാഭാവികമായി ഏതെങ്കിലും ഒരു പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി ആ 50 വീട്ടുകാർക്ക് യാത്രാ ദുരിതം അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകട്ടെ അടുത്ത മഴക്കാലത്തിന് മുൻപെങ്കിലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.